വീട്ടിൽ കിടക്കാൻ ഇന്ന് കിട്ടിയ ഒരു ബന്ദ്. മിസ് കാട്കർ, നിങ്ങൾ അവധിക്കാലം ചെലവിടാനായി ഷാംപൂറിലേക്ക് പോകേണ്ട ആവശ്യം എന്ത്? ആടികൈ അവിടെ പോകുന്നത് അവധിക്കാലം ചെലവഴിക്കാനല്ല, ഞാൻ ജോലിക്കാണ് പോകുന്നത്. ആടികൈ കപ്പലണ്ടിയല്ലേ കഴിക്കുന്നത്? പീനട്സ് എനിക്കും കഴിക്കാൻ തരുമോ? പാക്കറ്റ് 100 രൂപയാണ്, വേണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കേ. 100 രൂപയോ? ഇത് സ്റ്റേഷനിൽ 10 രൂപയ്ക്ക് കിട്ടും, അറിയോ? ഫ്ലൈറ്റ് അടുത്ത് നിർത്തട്ടെ, ഞാൻ വാങ്ങിച്ചോളാം. ഈ ഫ്ലൈറ്റ് നിൽക്കുകയില്ല. പെട്രോൾ നിറയ്ക്കാനെങ്കിലും നിർത്തിയല്ലേ പറ്റുള്ളൂ. ഓ, നിന്റെ കാര്യം. ടാങ്ക് ഫുള്ളാക്കിയതിന് ശേഷം ഇത് പുറപ്പെടുന്നത്. ഇടയ്ക്ക് ചായ കുടിക്കാൻ വേണ്ടിയെങ്കിലും നിർത്തല്ലോ അല്ലേ? ഓ, ഇവനെ എങ്ങനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് ലക്സറി ബസ് അല്ല. എന്റെ ചേട്ടായി, ഇത് ബസ്സല്ല, പ്ലെയിനാ പ്ലെയിൻ. നിങ്ങൾ ബസ് എന്ന് വിചാരിച്ചു അല്ലേ? എടാ കഴുതേ, ഞാനും പറഞ്ഞത് അത് തന്നെയാണ്. ഇത് ലക്സറി ബസ് അല്ല, ഇത് ഫ്ലൈറ്റ് ആണ്. പറഞ്ഞാ മനസ്സിലാക്ക്. ചായയും മറ്റു സാധനങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ കിട്ടും, മനസ്സിലായോ? ഓഹോ, പക്ഷെ എനിക്കൊരു സാധനം മേടിക്കേണ്ട ഒരു ആവശ്യമില്ല. എന്നാ ഇതാ കഴിച്ചോ. പക്ഷെ പകുതി നിങ്ങൾ തന്നെ കഴിച്ചല്ലോ, അതുകൊണ്ട് 50 രൂപ ഞാൻ തരുള്ളൂ. എന്റെ പൊന്നെ, ഞാൻ ഇത് നിനക്ക് ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്, നീ അതങ്ങ് കഴിച്ചോ. താങ്ക് യു. നിങ്ങൾ ഷാംപൂറിലേക്കാണോ പോണേ? ഇല്ല, അങ്കത്പൂർ. പ്ലെയിൻ നിർത്ത്, പ്ലെയിൻ നിർത്ത്. എനി പ്രോബ്ലം സർ? ഇദ്ദേഹത്തിന് അടുത്ത സ്റ്റേഷനിൽ ഇറക്കി വിടണം കേട്ടോ. വാട്ട് ഹാപ്പൻ സർ? ഹാർട്ട് അറ്റാക്ക് ആണ്. പ്ലെയിനിൽ ഏതെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടോ? ഡോക്ടേഴ്സ് ഉണ്ടോ? എന്താണ് പ്രശ്നം? മാറ നോക്കട്ടെ. ഇദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഒന്നും വന്നിട്ടില്ല. എനിക്ക് ഇതുവരെ ഹാർട്ട് അറ്റാക്ക് ഒന്നും ഇല്ല, പക്ഷെ ഇവ അടുത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരും. അങ്ങ് എന്തിനാണ് വിളിച്ചു കൂവിയത്? ഇദ്ദേഹത്തിന് അങ്കത്പൂരിലേക്കാ പോണ്ടേ, പക്ഷെ ഈ ഫ്ലൈറ്റ് ഷാംപൂരിലേക്കല്ലേ പോകുന്നത്? എടാ കഴുത, ഇത് കണക്റ്റിംഗ് ഫ്ലൈറ്റാ. ഷാംപൂരിൽ പോയിട്ട് അങ്കത്പൂരിലേക്ക് പോകും. പ്ലീസ് ദയവായിട്ട് എന്റെ സീറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് തരാമോ? സർ, അങ്ങ് വേണമെങ്കിൽ എന്റെ സീറ്റിൽ വന്നിരുന്നോളൂ. എന്റെ അമ്മോ, അവധിക്കാലം തുടങ്ങിയില്ല, പക്ഷേ